നഗരത്തിന്റെ ഹൃദയഭാഗത്തെ തിരക്കേറിയ വഴികളിലൊന്നിൽ നിസ്സംഗതയോടെ ഇരിക്കുകയായിരുന്ന രാഹുൽ വെറുതെ റോഡിലേക്ക് നോക്കി. വലിയ ആഡംബര കാറ് മുതൽ ചെറിയ റിക്ഷ വരെ ഒരു നിമിഷത്തിൽ 30 വട്ടം അവരവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് കുതിച്ചോടുന്നു. സമയം 10 മണിയോടടുത്തിട്ടും വെളിച്ചത്തിൽ മുങ്ങി നിൽക്കുന്ന നഗരത്തിന്റെ മനോഹാരിത പഴയതിനേക്കാൾ കൂടിയതല്ലാതെ ഒട്ടും കുറഞ്ഞിട്ടില്ല. രാഹുൽ പല ചിന്തയിൽ അങ്ങനെ ശ്വസിച്ചുകൊണ്ട് മാത്രമിരുന്നു. കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ഉൾഗ്രാമത്തിൽ നിന്നും ജോലി തേടി രാഹുൽ ഇവിടെ എത്തിയത്. വീട്ടിലെ പട്ടിണിയും അമ്മയുടെ രോഗവും കാരണം ജീവിക്കാൻ മാർഗമില്ലാതായപ്പോൾ വീടിനടുത്തുള്ള വാസവന്റെ സഹായത്തോടെ കൂലിപ്പണിക്ക് പോയി തുടങ്ങിയതാണ് രാഹുൽ. രാഹുലിന്റെ അച്ഛനായ ദിവാകരൻ ഒരു തെങ്ങ് കയറ്റക്കാരനായിരുന്നു. കിട്ടുന്ന കാശ് മുഴുവൻ കുടിച്ചു തീർക്കാൻ മാത്രമേ അയാൾക്ക് തികയുമായിരുന്നുള്ളൂ. അതുകൊണ്ടു തന്നെ പ്രാരാബ്ദം മുഴുവൻ രാഹുലിന്റെ ചുമലിലായിരുന്നു. രാഹുലിന് ഒരു അനുജത്തി കൂടിയുണ്ട്. അവളുടെ പഠിപ്പും മറ്റാവശ്യങ്ങളുമെല്ലാം നോക്കിയിരുന്നതും അവൻ തന്നെയായിരുന്നു. ഓരോ ദിവസം കഴിയും തോറും ചിലവുകൾ കൂടി വന്നതോടുകൂടി മറ്റൊരു ജോലി കണ്ടെത്താൻ നഗരത്തിലേക്ക് വന്ന രാഹുൽ തെരുവിന്റെ മകനായി മാത്രം രാവും പകലും ജീവിക്കേണ്ടി വന്നു. എന്നത്തെയും പോലെ ഇന്നും അവൻ ഒരു ജോലി അന്വേഷിച്ച് ഒത്തിരി അലഞ്ഞു നടന്നപ്പോൾ കഠിനമായ ചൂടും വിശപ്പും സഹിക്കാൻ കഴിയാതെ തെരുവിൽ എപ്പോഴോ മഴങ്ങി വീണതാണ്. പിന്നീട് മിഴികൾ തുറന്നു നോക്കുമ്പോൾ ഇരുൾ പടർന്നു കഴിഞ്ഞിരുന്നു. രാഹുൽ പതിയെ ഫുട്പാത്തിൽ നിന്നും എഴുന്നേറ്റ് മുന്നോട്ട് നടന്നു. അമ്മയുടെ ഓർമ്മയിൽ അവന്റെ മിഴികൾ കുതിർന്നു. എങ്കിലും അത് അവൻ അടക്കി പിടിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് നടന്നു. അരനിമിഷത്തോളം മാത്രം മുൻ നടന്നു പോയവൻ ഒരു മാത്രം അങ്ങനെ തന്നെ ഉറച്ചു നിന്നുപോയി. അവൻ പേടിയോടെ മുന്നോട്ട് നോക്കി. പാലത്തിനു മുകളിൽ ഒരു യുവതി കയറി നിൽക്കുന്നു. അവളുടെ വേഷം ചുവന്ന സാരിയായിരുന്നു. കുളിരുന്ന കാറ്റിൽ സാരി പുഴയോളം പോലെ ഉയറി നീങ്ങുന്നു. രാഹുൽ ചുറ്റും നോക്കി. ആ റോഡിലൂടെ വണ്ടികൾ പോകുന്നുണ്ടെങ്കിലും ആരും അത് ശ്രദ്ധിക്കാത്തത് അവന് അത്ഭുതമായി തോന്നി. ഗ്രാമത്തിലായിരുന്നെങ്കിൽ ഇപ്പോ ഒരു ജാതിക്കുള്ള ആള് കൂടിയേനെ, അവൻ കഷ്ടത്തോടെ ഓർത്തു. മേഡം മേഡം, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? രാഹുൽ ആദിയോടെ ചോദിച്ചു. ആ യുവതി തിരിഞ്ഞു നോക്കിയ ശേഷം ഒന്ന് പുഞ്ചിരിച്ചു. ആ പെണ്ണിന്റെ കണ്ണുകൾ കലങ്ങി ചുവക്കുകയും മുഖം നീര് വന്ന പോലെ വീർത്തിരിക്കുകയും ചെയ്തിരുന്നു. കണ്ണുകൾ രണ്ടും ഉറച്ചു നിൽക്കാതെ ആടിക്കൊണ്ടിരുന്നു. അതോടൊപ്പം ദേഹവും. വലം കൈയിൽ ഉയർത്തിപ്പിടിച്ചിരുന്ന മദ്യക്കുപ്പി ഒന്ന് വായുവിൽ വീശി ആട്ടിക്കൊണ്ട് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോഴായിരുന്നു രാഹുലും അത് ശ്രദ്ധിച്ചത്. അവന്റെ കണ്ണുകൾ ഉന്തി വന്നു. ഇനിയും അവരെ അവിടെ നിർത്തുന്നത് പന്തിയല്ലെന്ന് തോന്നിയ രാഹുൽ മറ്റൊന്നും ചിന്തിക്കാതെ ആ യുവതിയുടെ കൈ പിടിച്ചു വലിച്ചു. ബ്ലഡി ഇഡിയറ്റ്! ഉഴഞ്ഞ നാവ് കൊണ്ടവർ ശബ്ദമുയർത്തി അവനെ പുച്ഛിച്ചു. പിച്ചക്കാരനായ നിനക്ക് എന്റെ ദേഹത്ത് തൊടാൻ എങ്ങനെ ധൈര്യം വന്നു? ഞാൻ ആരാണെന്നറിയോ? ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ബിസിനസ്മാനായ രുദ്രപ്രതാപിന്റെ ഭാര്യ അവന്തിക രുദ്രപ്രതാപ്. രാഹുൽ നന്നായൊന്ന് ഞെട്ടിപ്പോയി. സോറി മേഡം, ഞാൻ ആളറിയാതെ എന്തോ തെറ്റ് ചെയ്തതുപോലെ രാഹുൽ അവർക്ക് മുൻപിൽ തല താഴ്ത്തി നിന്നു. അവന്തിക രാഹുലിനെ സൂക്ഷിച്ചു നോക്കി. ആ യുവതി ഗൂഢതയോടെ ചിരിച്ചു. നീ എന്റെ കൂടെ ഒരു രാത്രി താമസിച്ചാൽ ഞാൻ നിനക്ക് 1 കോടി രൂപ തരാം. അവന്തിക പറഞ്ഞത് കേട്ട് രാഹുൽ ഞെട്ടിപ്പോയി. അവന്റെ മിഴികൾ കോർത്തു വരികയും അത്ഭുതത്തോടെ ആ യുവതിയെ നോക്കുകയും ചെയ്തു. എന്താ, സമ്മതമാണോ? അവന്തിക കുഴഞ്ഞ ശബ്ദത്തിൽ വീണ്ടും ചോദിച്ചു. എന്തു പറയണമെന്നറിയാതെ തൊണ്ടയിൽ നിന്ന് ഉമിനീരടക്കം വറ്റിപ്പോയ അവസ്ഥയായിരുന്നു അവന്റേത്. സമ്മതമാണെങ്കിൽ ഇപ്പൊ പറയണം. വേസ്റ്റ് ചെയ്യാൻ എനിക്കൊട്ടും സമയമില്ല. അവന്തികയ്ക്ക് ദേഷ്യവും വാശിയും തോന്നി. എനിക്ക് സമ്മതമാണ്. അമ്മയുടെയും അനുജത്തിയുടെയും മുഖമോർത്തപ്പോൾ ആ അഹങ്കാരിയായ യുവതിക്ക് മുമ്പിൽ അവൻ കീഴടങ്ങി. അവൾ അട്ടഹസിച്ചുകൊണ്ട് അവനെ നോക്കിയ ശേഷം കാറിൽ കയറിയിരിക്കാനായി പറഞ്ഞു. അവന്തിക രാഹുലിനെയും കൊണ്ട് വലിയൊരു ആഡംബര 5 സ്റ്റാർ ഹോട്ടലിന് മുമ്പിലെത്തി. അവൾ ആടിക്കുഴഞ്ഞുകൊണ്ട് കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഡോർ ശക്തിയായി വലിച്ചടിച്ചു. രാഹുൽ കൗതുകം മാറാതെ കാറിന്റെ ഉൾവശം നോക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ അവന്തിക രാഹുലിനോട് ഇറങ്ങാനായി ആവശ്യപ്പെട്ടു. അവനൊരു പരുങ്ങലോടെ കൈകൊണ്ട് ഡോറിൽ തപ്പി നോക്കി. സോറി, കാറിൽ ആദ്യമായിട്ടായിരിക്കും അല്ലേ? അവന്തിക പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് ഡോർ തുറന്നു. രാഹുൽ നാണക്കേടോടെ തല താഴ്ത്തിയിട്ട് പുറത്തേക്കിറങ്ങി. കം വിത്ത് മീ. അവന്തിക വേഗത്തിൽ ഹോട്ടലിനുള്ളിലേക്ക് കടന്നുപോയി. അപ്പോഴായിരുന്നു തന്റെ മുൻപിൽ എടുപ്പോടെ നിൽക്കുന്ന വലിയ ആഡംബര ഹോട്ടലിനു നേരെ അവന്റെ നോട്ടമൂന്നിയത്. തെരുവിലൂടെ നടന്നു പോകുമ്പോൾ പലപ്പോഴും ദൂരെ നിന്നും കാണാറുണ്ടായിരുന്നെങ്കിലും ഇത്രയും അടുത്തായിട്ട് കാണുന്നത് ഇത് ആദ്യമായിട്ടായിരുന്നു.
രാഹുൽ മെയ്തുറിച്ചു നോക്കി നിന്നുപോയി. അവന്റെ ഉള്ളിലെ ആയിരക്കണക്കിന് സാധാരണക്കാർ കൗതുകത്തോടെ പുറത്തേക്ക് തല നീട്ടി നോക്കി. രാഹുലിന്റെ നോട്ടവും വേഷവും കണ്ട വാച്ച്മാൻ അവനെ പുച്ഛത്തോടെ നോക്കി. അകത്തേക്ക് കയറാൻ നോക്കിയ രാഹുലിനെ അയാൾ തടഞ്ഞു. അപ്പോഴേക്കും അവന്തിക അവിടേക്ക് വന്നു. ആ പെണ്ണ് അവന്റെ കൈ പിടിച്ചുള്ളിലേക്ക് പോകുന്നത് കണ്ട വാച്ച്മാൻ ഒരു ഞെട്ടലോടെ അവിടെ തന്നെ നിന്നുപോയി. റൂമിലേക്ക് കയറിയ പാടെ അവന്തിക വലിയൊരു മല പോലെ ബെഡിലേക്ക് മലർന്നു കിടന്നു. രാഹുൽ മടിയോടെ അവിടെ നിന്നും മാറി നിന്നു. അവൻ ആ റൂമിനെ ഒന്നാകെ വീക്ഷിച്ചു. തന്റെ വീടിനേക്കാൾ 4 ഇരട്ടി വലിപ്പമുണ്ട് ഇതിനെന്ന് അപ്പോൾ അവന് തോന്നി. അപ്പോ ഈ ഹോട്ടലിന്റെ മുഴുവൻ വലിപ്പം എത്രയായിരിക്കും? രാഹുലിന്റെ ചിന്ത ഒരു സാധാരണക്കാരനേക്കാൾ താഴേക്കിടയിലേക്ക് വന്നു നിന്നു. ഇതും എന്റെ ഭർത്താവിന്റെ ഹോട്ടലാണ്, അവന്തിക അവനിലേക്ക് മുഖമടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവനാകെ വിറച്ചുപോയി. മദ്യത്തിന്റെ രൂക്ഷഗന്ധം അവന്റെ മനസ്സിനെ മടുപ്പിച്ചു. നീ ഫ്രഷായി വാ. അവന്തിക അവനിൽ നിന്നും വിട്ട് വീണ്ടും ബെഡിലിരുന്നു. എന്തായിരിക്കും മാഡത്തിന്റെ ഉദ്ദേശം? ഒരു രാത്രി മാഡത്തിന്റെ കൂടെ താമസിക്കാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്തായിരിക്കും? കുളിക്കുന്നതിനിടയിൽ അവന്റെ ചിന്ത പല വഴി സഞ്ചരിച്ചു. ഞാൻ ഇവിടെ വരാൻ പാടില്ലായിരുന്നു, മാഡത്തെ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു. പക്ഷെ തന്റെ അമ്മയുടെയും അനുജത്തിയുടെയും മുഖമോർത്തപ്പോൾ സമ്മതിക്കാതെ നിവർത്തിയില്ലായിരുന്നു. ഇപ്പോൾ തനിക്ക് എന്തിനുമുള്ള പരിഹാരം പണമാണ്. രാഹുൽ നിശ്വസിച്ചുകൊണ്ട് ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു. അവിടെ എങ്ങും അവൻ അവന്തികയെ കണ്ടില്ല. രാഹുലിന് ആദി കൂടി. ഇവിടേക്ക് വാ. ബാൽക്കണിയിൽ നിന്നും കേട്ട ശബ്ദം അവന്തികയുടേതാണെന്ന് മനസ്സിലാക്കിയ രാഹുൽ അവിടേക്ക് ചെന്നു. നേരത്തെ അതേ വേഷം തന്നെയായിരുന്നു അവന്തികയുടേത്. പക്ഷെ മുടി അഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ചായം തേച്ച സിൽക്ക് മുടി കാറ്റിൽ ചിതറിക്കൊണ്ടിരുന്നപ്പോഴായിരുന്നു രാഹുൽ അവൾക്കടുത്തായി വന്നു നിന്നത്. എന്തിനെന്നറിയാതെ അവളിൽ നിന്നൊരു നോട്ടം പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. മേഡം, ഈ ചെയ്യുന്നതെല്ലാം തെറ്റല്ലേ? ഗ്ലാസിൽ പകുതി നിറച്ച ദ്രാവകത്തിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. അവന്തിക പൊട്ടിച്ചിരിച്ചു. രാഹുൽ അമ്പരന്നുപോയി. എന്ത് തെറ്റ്? അവൾ ഒറ്റ പിരികമുയർത്തിക്കൊണ്ട് അവനെ നോക്കി. അവനൊന്നും മിണ്ടിയില്ല. നീ ഇപ്പോ ഒരു സുന്ദര കുട്ടപ്പനായല്ലോ. കണ്ടാ തെരുവിൽ കിടക്കുന്നവനാണെന്നൊന്നും പറയേയില്ല. അവന്തിക അവനെ അടിമുടിയൊന്നു നോക്കി. അല്ലെങ്കിലും ഞാൻ തെരുവിൽ കിടക്കേണ്ടവനല്ല. എനിക്കൊരു നാടും വീടുമുണ്ട്. മാത്രവുമല്ല ഒരു കുടുംബവും. ഒരു ജോലിക്ക് വേണ്ടി വന്നതാണിവിടെ. ഒറ്റ ശ്വാസത്തിൽ നിഷ്കളങ്കമായി പറഞ്ഞത് കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ അവൾ ഞെട്ടിപ്പോയി. അപ്പോ നീ കുടുംബത്തിൽ പിറന്നവനാണല്ലേ? അവന്തിക വിസ്മയത്തോടെ അവനെ നോക്കി. പ്രായം 25 തോന്നുമെങ്കിലും കാഴ്ചയിൽ ഒരു കോളേജ് പയ്യൻ. അവൾ ഓർത്തു. മേഡത്തിനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അവൾ അതേ എന്നർത്ഥത്തിൽ തലയനക്കി. എന്തിനാണ് ഇങ്ങനെ കുടിച്ച് ജീവിതം നശിപ്പിക്കുന്നത്? നിങ്ങൾ ഞങ്ങളെപ്പോലെ അല്ലല്ലോ. ആവശ്യത്തിലധികം പണം, സുഖസൗകര്യമുള്ള ജീവിതം, സന്തോഷം, സമാധാനം എല്ലാം ഉണ്ടായിട്ടും മേഡെന്തിനാ എന്നെപ്പോലെ ഒരാളെ എങ്ങോട്ട് ക്ഷണിച്ചത്? അതും ഒരു രാത്രിക്ക് വേണ്ടി? അവന്തിക പെട്ടെന്ന് അട്ടഹസിച്ചു. സുഖം, സന്തോഷം, സമാധാനം. ആ പെണ്ണ് പുച്ഛത്തോടെ അവന് നേരെ ചിറികോട്ടി. എനിക്ക് പണവും ആസ്തിയും ഒരുപാടുണ്ട്. പക്ഷെ നീ പറഞ്ഞ സന്തോഷവും സമാധാനവും അതെന്താണെന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. രാഹുലിന് അതിയായ അത്ഭുതം തോന്നി. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ ആരാണെന്ന് അറിയോ നിനക്ക്? അവന്തിക ഒരൊഴുക്കിൽ പറഞ്ഞുകൊണ്ട് രാഹുലിനെ നോക്കി. അവനൊന്നും മനസ്സിലാവാതെ തിരിച്ചു. അവൾ ഒന്ന് പുഞ്ചിരിച്ച ശേഷം പറഞ്ഞു. നമ്മളെ സ്നേഹിക്കാനും നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാനും നമ്മളെ മനസ്സിലാക്കാനും ഒരാളുണ്ടെങ്കിൽ അവരാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. അവന്തികയുടെ മിഴികൾ നിറഞ്ഞു വന്നപ്പോൾ ഗ്ലാസിൽ ബാക്കി കൂടിയുണ്ടായിരുന്ന മഞ്ഞ ദ്രാവകം ഒറ്റ വലിക്ക് തീർത്തു. ഞാൻ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ബിസിനസ്മാന്റെ ഭാര്യയാണ്. എനിക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ട്. എങ്കിൽ പോലും ഞാൻ ഒറ്റയ്ക്കാണ്. എന്റെ സങ്കടങ്ങൾ കേൾക്കാനോ എന്നെ സന്തോഷിപ്പിക്കാനോ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാനോ ആ നമ്പർ 1 ബിസിനസ്മാനോ നേരമില്ല. അവന്തിക ബാൽക്കണിയുടെ കൈവരികളിൽ ചാരി നിന്ന് ദൂരേക്കു നോക്കി. വർണ്ണങ്ങളിൽ കുളിച്ചു നിൽക്കുന്ന രാത്രി നഗരത്തിന്റെ ഭംഗി അവൾ എല്ലാം മറന്നൊരു നിമിഷം നോക്കി നിന്നു. രാഹുലിന് ആ പെണ്ണിനോട് എന്തെന്നില്ലാത്ത സഹതാപം തോന്നി. സ്നേഹത്തിന് വേണ്ടി വിശക്കുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ പലർക്കു മുൻപിലും യാചിക്കേണ്ടി വരും. ആ യാചന ഒരിക്കൽ പോലും തെറ്റല്ല. കാരണം യാചിക്കാതെ കിട്ടേണ്ടിടത്തു നിന്നും കിട്ടാതെയാവുമ്പോഴാണ് മറ്റുള്ളവരോട് യാചിക്കേണ്ടി വരുന്നത്. ഒരു നേർത്ത ശ്വാസത്തിനവസാനം അവന്തിക പതിയെ പറഞ്ഞു.
ഇതിനോടകം തന്നെ നീ എന്റെ കൂടെ ഹോട്ടൽ മുറിയിലേക്ക് വന്ന വിവരം രുദ്രൻ അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ സാർ മാഡത്തെ തെറ്റിദ്ധരിക്കില്ലേ? രാഹുൽ പേടിയോടെ ചോദിച്ചു. അവന്തിക പൊട്ടിച്ചിരിച്ചു. അതാണ് എനിക്കും വേണ്ടത്. അവൾ വീണ്ടും വലിയ വായിൽ പൊട്ടിച്ചിരിച്ചു. അയാൾ തെറ്റിദ്ധരിച്ച് എന്നെപ്പോലെ ഒരു ഭ്രാന്തനായി മാറണം. അവസാനം സ്നേഹത്തിന് വേണ്ടിയുള്ള വിശപ്പിന്റെ തീവ്രത അയാളും അറിയണം. അവസാനം എന്റെ മുമ്പിൽ ഒരിറ്റ സ്നേഹത്തിന് വേണ്ടി യാചിക്കണം. അവന്തിക പരവശയായി. ഇനി നിനക്ക് പോവാം. അവന്തിക പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ അവൻ ഞെട്ടിപ്പോയി. രാഹുൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പുറത്തേക്കിറങ്ങുമ്പോൾ അവന്തിക അവനെ പിറകിൽ നിന്നും വിളിച്ചു. എന്റെ സങ്കടങ്ങൾ കേട്ടതിനുള്ള പ്രത്യുപകാരം വേണ്ടേ? ദാ ഞാൻ പറഞ്ഞ 1 കോടി രൂപ. അവന്തിക അവന് നേരെ ചെക്ക് നീട്ടി. രാഹുൽ അത് നിരസിച്ചു. ആ പെണ്ണ് അമ്പരപ്പോടെ അവനെ നോക്കി. എനിക്ക് ഈ പണം വേണ്ട. ഇത് നിങ്ങളുടെ ദുഃഖത്തിന്റെ കൂലിയാണ്. കണ്ണുനീരുകൊണ്ടുണ്ടാക്കിയതൊന്നും നല്ലതിനാവില്ല. അവൻ സൗമ്യമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കാനൊരുങ്ങവേ അവന്തിക അവനെ തടഞ്ഞു. രാഹുൽ എന്താണെന്നുള്ള അർത്ഥത്തിൽ തിരിഞ്ഞു നോക്കി. നീ തെരുവിലിരുന്ന് ജീവിതം ഹോമിക്കേണ്ടവനല്ല. നിനക്ക് നല്ലൊരു മനസ്സുണ്ട്. അതിന്റെ പ്രതിഫലം നിനക്ക് തന്നേ മതിയാവും. ഇതെന്റെ വിസിറ്റിംഗ് കാർഡാണ്. നാളെ എന്റെ കമ്പനിയിലേക്ക് വരണം. നിനക്കുള്ള ജോലി ഞാൻ നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് അവന്തികയുടെ വിസിറ്റിംഗ് കാർഡ് രാഹുലിന്റെ കയ്യിൽ വെച്ചുകൊണ്ട് പുറത്തേക്ക് അവൾ നടന്നുപോയി. അവന്റെ മിഴികൾ നിറഞ്ഞൊഴുകി. നന്ദിയോടെ ആ പെണ്ണിനെ അവൻ നോക്കിയെങ്കിലും അവൾ അവനിൽ നിന്നും ഏറെ ദൂരം മുന്നിട്ടിരുന്നു. അവനുള്ളിലൊരു വിങ്ങൽ അനുഭവപ്പെട്ടു. അവൻ വെറുതെ ആ ഇരുളിലേക്ക് ഏറെ നേരം നോക്കി നിന്നു. ഒളിരുന്ന കാറ്റിലും അവന്റെ കയ്യിൽ അമർന്നു കിടക്കുന്ന കാർഡിൽ വിയർപ്പ് പറ്റി കൊഴുത്തുപോയി. അവൾക്കു പിറകെ അവനും ആ തെരുവിന്റെ ഇരുളിലേക്ക് ഇറങ്ങി നടന്നു. നാളേക്കുള്ള പുതിയ പുലരിക്കായി.